ഈ 2025 കൂടുതൽ ആർക്കാ ഫേവറേറ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫോംഡ് അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, പട്ടാളം പോലീസ് ഇങ്ങനെയൊക്കെയുള്ള യൂണിഫോംഡ് അറേഞ്ച് ഈ വർക്കുകൾക്ക് എല്ലാവർക്കും പട്ടാളം പോലീസ് ഈ രീതികളിലുള്ള ഒരു എയർഫോഴ്സ് ഉണ്ടാവും, മനസ്സിലല്ലേ? അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വളരെ കൂടുതൽ പണിത്തിരക്കുകൾ വരാനുള്ളൊരു വർഷമാണ്. അവർക്ക് മുന്നേറ്റവും അവരുടെ ജോലികളിൽ അവർ തിരക്കാവാനുള്ളൊരു വർഷവും കൂടിയാണ്. അപ്പോൾ 2025 ലീഡ് ചെയ്യാൻ പോകുന്നത് ചൊവ്വ എന്നുള്ള ഗ്രഹമാണ്. അപ്പോൾ ചൊവ്വ ഗ്രഹവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്ക് 3 തരം എനർജികൾക്ക് കൂടുതൽ സ്വാധീനം കൂടും. ഒന്ന് പരാശക്തി, അമ്മ, മായ, ദേവി, ഇങ്ങനെയുള്ള എനർജികൾക്ക് സ്വാഭാവികമായിട്ടും 2025 കുറച്ച് കൂടുതൽ എനർജി. അതിപ്പോൾ ക്രിസ്ത്യൻസ് ബേസ് ആണെങ്കിൽ മദർ മേരി, മനസ്സിലായില്ലേ? അപ്പോൾ ഫീമെയിൽ എനർജി പരാശക്തി ഈ 2025 കുറച്ച് കൂടുതൽ സാധ്യത, അത്തരം എനർജിക്ക് കുറച്ച് കൂടുതൽ സാധ്യത. ഓഫ്കോഴ്സ് വിനായക, ചതുർ വിനായക, പിന്നെ ഏറ്റവും ഉപരിയായി ചൊവ്വയുടെ നായകൻ സാക്ഷാൽ മുരുകനാണ്. എല്ലാവർക്കും 2025 സ്വാഗതം. നമ്മളും ഇന്ന് പുതിയൊരു വർഷമായിട്ട് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു വർഷം നല്ലത് തന്നെ ആകട്ടെ, നല്ല ജോലിയും സമ്പാദ്യവും എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കട്ടെ. അപ്പം സാറിനും നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട്. പുതിയൊരു വർഷമാണ്, നല്ല രീതിയിൽ എല്ലാവർക്കും പെട്ടെന്ന് പോകാതെ തന്നെ, കഴിഞ്ഞ വർഷം പോലെ പെട്ടെന്ന് പോകാതെ തന്നെ എല്ലാവർക്കും എല്ലാം നല്ലതൊക്കെ ആയിട്ട് തന്നെ ലഭിക്കട്ടെ. അപ്പം സാർ ആദ്യം തന്നെ നവവത്സര ആശംസകൾ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു സാർ നമ്മുടെ 2024 എങ്ങനെയുണ്ടായിരുന്നു? 2024 മുമ്പ് പുതുവർഷമായ 2025 നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാ രീതിയിലുള്ള മംഗള ആശംസകളും. ഇനി 2025 കാര്യമാണ് പറയാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് 2024 ഒരു കണ്ണോട്ടം. 2024 മറ്റൊരു ചാനലിൽ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൽ 2024 ജനുവരി 1 ഉണ്ടാകേണ്ട ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, അന്ന് 8ന്റെ വർഷമാണെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. 2024 8ന്റെ വർഷമാണ്. ആ വർഷത്തിൽ ചില പ്രഡിക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റും അതിനോടൊപ്പം ഞാൻ പറഞ്ഞ കാര്യം, ഈ വർഷം കൂടുതൽ ഭക്തിയിലോട്ട് ആൾക്കാർക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ വർഷം ഏതൊക്കെ കാറ്റഗറി ആൾക്കാർക്കൊക്കെയാണ് നല്ലതെന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ കോമൺ ആയിട്ടൊരു കാര്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2024 കൂടുതൽ ജനങ്ങൾ ഭക്തിമാർഗം സ്വീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, ശബരിമല മറ്റേത് വർഷവും ഇല്ലാത്ത കളക്ഷൻ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ശബരിമല മാത്രമല്ല, പല പ്രശസ്തമായ വലിയ വലിയ അമ്പലങ്ങളിലും ഇന്ത്യ മുഴുവനും, ഞങ്ങൾക്കൊരു റിസർച്ച് ടീമാണല്ലോ ഞങ്ങൾ, മറ്റേത് വർഷവും ഇല്ലാത്തവണ്ണം വളരെ സമർത്ഥമായ ഭക്തജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേത് കാലാവസ്ഥയും അതിജീവിച്ച് ഭക്തി മാർഗത്തിൽ കൂടുതൽ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ പ്രഡിക്ഷൻ അതേപോലെ സംഭവിച്ചു. ഇനി 2025, അപ്പോൾ 2025 സ്വാഭാവികമായിട്ടും 9ആണ്. അത് 8ന്റെ വർഷം എന്ന് പറയുമ്പോൾ 9ന്റെ വർഷമാണ്. സോ ചൊവ്വ 2025 എന്നുള്ളത് കൂട്ടി 9 ആക്കി. ആ 9 ഒരു സിംഗിൾ ഡിജിറ്റ് 9 ആവുമ്പോൾ അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹമുണ്ട്. ആ ഗ്രഹം ചൊവ്വ. അപ്പോൾ 2025 ലീഡ് ചെയ്യാൻ പോകുന്നത് ചൊവ്വ എന്നുള്ള ഗ്രഹമാണ്. അപ്പോൾ ചൊവ്വ ഗ്രഹവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്ക് 3 തരം എനർജികൾക്ക് കൂടുതൽ സ്വാധീനം കൂടും. ഒന്ന് പരാശക്തി, അമ്മ, മായ, ദേവി, ഇങ്ങനെയുള്ള എനർജികൾക്ക് സ്വാഭാവികമായിട്ടും 2025 കുറച്ച് കൂടുതൽ എനർജി. അതിപ്പോൾ ക്രിസ്ത്യൻസ് ബേസ് ആണെങ്കിൽ മദർ മേരി, മനസ്സിലായില്ലേ? അപ്പോൾ ഫീമെയിൽ എനർജി പരാശക്തി ഈ 2025 കുറച്ച് കൂടുതൽ സാധ്യത, അത്തരം എനർജിക്ക് കുറച്ച് കൂടുതൽ സാധ്യത. ഓഫ്കോഴ്സ് വിനായക, ചതുർ വിനായക, പിന്നെ ഏറ്റവും ഉപരിയായി ചൊവ്വയുടെ നായകൻ സാക്ഷാൽ മുരുകനാണ്. അപ്പോൾ ചൊവ്വയുടെ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ചൊവ്വ എന്നുള്ള ഗ്രഹത്തിന്റെ അധീനത, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറപ്പെടുന്ന എനർജി, അത് ഭക്തി മാർഗത്തിലൂടെ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ മുരുക ഭക്തി കൂടുവാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു വർഷമാണ് ഈ 2025. ഈ 2025 ഏറ്റവും കൂടുതൽ എനർജി ബേസിൽ, ഭക്തി മാർഗത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ബേസിൽ കൂടുതൽ റിസൾട്ട് എടുക്കാൻ സാധിക്കുക മുരുക ഭക്തിയിലൂടെയാണ്. അതൊരു എനർജിയാണ്. പക്ഷേ ഭക്തർക്ക് അത് എനർജി എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് അവർക്ക് അറിയാമെന്നുള്ള ഭാഷയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നു, എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മായ അതൊരു കുടുംബത്തിൻ്റെ കൺട്രോളാണ്. ഇഹലോകം ഒരു കുടുംബത്തിൻ്റെ കൺട്രോൾ എന്ന് പുരാണങ്ങൾ പറഞ്ഞു. ശിവ, പാർവതി, മുരുക, ഗണപതി, ആ 4 പേരാണ് നമ്മുടെ ഇഹലോക കടവുൾ എന്നൊക്കെ പറഞ്ഞൊരു ചൊല്ലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി 9 എന്നുള്ള ചൊവ്വ എന്നുള്ള ഗ്രഹം പ്രതിനിധീകരിക്കുന്ന ഒരു വർഷമായതുകൊണ്ട് കൂടുതലും ഭക്തി മാർഗത്തിൽ മുരുക ഭക്തി കൂടുതൽ ഡെവലപ്പ് ആവാനുള്ള വലിയൊരു ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അത് നടക്കും.
അത് കഴിഞ്ഞ് സാധാരണ നോർമൽ പ്രഡിക്ഷനിലോട്ട് വരാം. ഈ 2025 കൂടുതൽ ആർക്കാ ഫേവറേറ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫോംഡ് അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, പട്ടാളം, പോലീസ്, ഇങ്ങനെയൊക്കെയുള്ള യൂണിഫോംഡ് അറേഞ്ച് ഈ വർക്കുകൾക്ക് എല്ലാവർക്കും പട്ടാളം, പോലീസ് ഈ രീതികളിലുള്ള ഒരു എയർഫോഴ്സ് ഉണ്ടാവും, മനസ്സിലല്ലേ? അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വളരെ കൂടുതൽ പണിത്തിരക്കുകൾ വരാനുള്ള ഒരു വർഷമാണ്. അവർക്ക് മുന്നേറ്റവും അവരുടെ ജോലികളിൽ അവർ തിരക്കാവാനുള്ളൊരു വർഷവും കൂടിയാണ്. അപ്പോൾ പട്ടാളക്കാർ അവരുടെ ജോലികളിൽ തിരക്കാവണമെങ്കിൽ എന്താവണം? യുദ്ധം. അത് നേരിട്ട് ഞാൻ പറയുന്നില്ലെങ്കിലും അങ്ങനെയും ഒരു ചാൻസ് ഈ വർഷത്തിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. കാരണം ചൊവ്വയുടെ ആധിക്യം കൂടുമ്പോൾ എപ്പോഴും വാർ സിസ്റ്റം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് വാർ എന്നുള്ള രാജ്യങ്ങളിൽ തന്നെ നമ്മൾ ആക്കരുത്. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പോലും സ്വാഭാവികമായിട്ടും അത് സംസാരം പെട്ടെന്ന് അതൊരു വലിയൊരു ദേഷ്യത്തിലോട്ട് പോയി അത് വലിയൊരു വിഷയങ്ങളിലോട്ട് പോകാനുള്ള സംവിധാനങ്ങളും ചെറു കണക്കുകൾ പോലും നമ്മൾ സൂക്ഷിച്ച് കാണുക. അപ്പോൾ ഈ വർഷം രാജ്യങ്ങളായിരുന്നാലും ജനങ്ങളായിരുന്നാലും ഏറ്റവും കൂടുതൽ ഭവ്യതയും സാവധാനത്വവും കൈകാര്യം ചെയ്യേണ്ട ഒരു വർഷമായി മാറിക്കഴിഞ്ഞു. പിന്നെ എഞ്ചിനീയർ സെക്ഷൻ, കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ സെക്ഷനൊക്കെ എല്ലാം നല്ലൊരു കാലമാണിതെല്ലാം. EB ഫയർഫോഴ്സ് അതൊക്കെ ഞാൻ ഓഫ് കോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ചുകൂടെ നല്ല പ്രൊമോഷൻ ആവുന്ന, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നല്ലപോലെ ഡെവലപ്പ് ആവാനുള്ള നല്ലൊരു വർഷമാണിത്. അപ്പോൾ എല്ലാം കൊണ്ടും കൂടുതലും എന്നെ ഭയപ്പെടുത്തുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ ആൻഡ് ഇത്തരം രീതികളിൽ അല്ലെങ്കിൽ മിലിറ്ററി സപ്പോർട്ട്, മിലിറ്ററിക്ക് കുറച്ച് കൂടുതൽ അധികാരത്തിലോട്ട് പോകേണ്ട ഒരു വർഷമാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല പൊതുവേ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. ചൊവ്വ ഗ്രഹത്തിൻ്റെ എനർജി എവിടെയൊക്കെ വ്യാപിക്കുന്നുവോ അവിടേക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഇത്തരം പ്രഡിക്ഷൻ ഉണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ പറയുന്നതെങ്കിലും ഇതൊരു പ്രഡിക്ഷനാണ്. ഒരുപാട് ആൾക്കാർ പ്രഡിക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനും ഒരു പ്രഡിക്ഷനാണ്. ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് എൻ്റെതായിട്ടുള്ള വായനയിലും അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തത്തിലുമാണ്. അത് എത്രത്തോളം ശരിയാവുന്നു എന്നുള്ളത് അടുത്ത, ഇപ്പം കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു ഭക്തர்கள் കൂടാനുള്ള ഏറ്റവും വലിയ വർഷമായി മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത് നടക്കുന്നു, മാറിക്കഴിഞ്ഞു. ഒരുപാട് പല രീതികളിലും എല്ലാം മാറിക്കഴിഞ്ഞു. വിശ്വാസമില്ലാത്തവർ പോലും വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഒരു 2024. അതേപോലെ ഒരു പ്രഡിക്ഷനാണ് വയ്ക്കുന്നത്. പക്ഷേ 2025 തരുന്നൊരു ഏറ്റവും നല്ലൊരു സന്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക. അതായത് ഒരു വാർ സിസ്റ്റം, ചൊവ്വ ഒരു വാർ സിസ്റ്റം ഉണരുന്നൊരു വർഷമായതുകൊണ്ട് നമ്മുടെ ജോലി സ്ഥലങ്ങളിലായിരുന്നാലും നമ്മുടെ സൗഹൃദങ്ങളിലായിരുന്നാലും നമ്മുടെ വീട്ടിലായിരുന്നാലും നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും ക്ഷമിക്കാൻ പഠിക്കുക. കുറച്ചുകൂടെ സ്നേഹത്തിൽ അല്ലെങ്കിൽ ക്ഷമയോടെ ഓരോ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഓരോ ഗ്രഹത്തിനും അതിൻ്റെ തന്മ ഭൂമിയിൽ ഉണ്ടാക്കുന്നു. അതല്ലെങ്കിൽ ജ്യോതിഷം തന്നെ തെറ്റല്ലേ? അപ്പോൾ ഇത് ചൊവ്വയുടെ വർഷമായതുകൊണ്ട് ആ ചൊവ്വ എന്നുള്ളൊരു എനർജി ഉണർത്തുന്ന അത് തീയല്ല, അത് പുഴുക്കമാണ് ചൊവ്വ. ശരി, ചൊവ്വ ഒരിക്കലും തീയല്ല, ചൂടാണ്, പുഴുക്കം. പിന്നെ അതിൽ തന്നെ ഒരു വാർ സിസ്റ്റത്തിന് കൂടുതൽ സാധ്യത ചൊവ്വ ഉണർത്തുന്നു എപ്പോഴും. 9-ാം തീയതി ജനിച്ചവരുടെ ശരീരത്തിൽ ഒരു മുറിവെങ്കിലും ഇല്ലാത്ത ഒരാൾക്കാർ കാണത്തില്ല, അറിയാം? 9-ാം തീയതി ജനിച്ചവരോ 9-ാം തീയതി ലൈഫ് പാത്തുള്ളവരോ 9-ൽ പേരുള്ളവർക്കോ ഒരു ചെറിയൊരു സ്റ്റിച്ചെങ്കിലും കാണാൻ സാധ്യത ഉണ്ടായിരിക്കും. കാരണം അത് ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു ഗ്രഹമാണ് ഈ ചൊവ്വ. അപ്പോൾ രക്തച്ചൊരിച്ചിലെയാണ് ഞാൻ കൂടുതൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു പരസ്യ മാധ്യമത്തിൽ ഇതൊക്കെ വലിച്ചെന്ന് പറയാൻ പറ്റാത്തൊരു മാനസിക വിഷമം കൂടെയാണ് ഞാൻ പേരുന്നത്. അപ്പം അതിൽ കോമൺ ആയിട്ട് തരുന്നൊരു ഏറ്റവും നല്ല സന്ദേശം, ഈ വർഷം നമുക്ക് കൂടുതൽ സാഹോദര്യങ്ങളിലോട്ട് പോകാം, കൂടുതൽ തെറ്റുകൾ മനഃപൂർവ്വമായി ഉപേക്ഷിക്കാം, കൂടുതൽ ശരികളിലോട്ട് ചിന്തിക്കാം. അപ്പോൾ ഒരു കുഞ്ഞു വിഷമങ്ങൾ പോലും അതിനെ ദീർഘിപ്പിച്ച് വലിയൊരു വിരോധ അന്തരീക്ഷത്തിലോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കാം. അത് ഈ 2025 നമ്മുടെ പ്രേക്ഷകർക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജ് ആയിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ പുതുവർഷ ആശംസകൾ. സാർ, ഈ 2025 നമ്മളിപ്പം സംസാരിച്ചതെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മുടെ ഒരു വിഷയമായിട്ട് വരുമ്പം എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത്? 2025 എന്നുള്ളത് ചൊവ്വ, ഭൂമി എന്നുള്ളത് നമുക്ക് വാസ്തുവുമായി കൂടെ കണക്ട് ചെയ്യാം, അല്ലേ? അപ്പോൾ ഭൂമിയിലിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം എല്ലാം ഭൂമിയിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഭൂമി കാരകത്വം കൂടുതൽ പേരുന്നത് ഭവനങ്ങളാണ്. അപ്പോൾ അതാണ് നമ്മൾ ഭൂമി, നമ്മൾ വസിക്കുന്നത് എവിടെ, അത് നമ്മുടെ ഭൂമി തന്നെയാണ്, അല്ലേ? അപ്പോൾ മണ്ണ്, ഭൂമി, ഇതെല്ലാം നമുക്ക് ചൊവ്വയുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ 2025 എന്നുള്ള വർഷത്തിൽ ഒരുപാട് വാസ്തു പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വരുന്നു, വാസ്തുവിൻ്റെ ബെനിഫിറ്റ്സും അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മറ്റെല്ലാ വർഷങ്ങളെക്കാൾ 9 എന്നുള്ള വർഷം അതിൻ്റെ തെറ്റിനെ അത് കഠിനമായി വിമർശിക്കുകയും അതിൻ്റെ ശരികൾ അത് കഠിനമായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഭൂമി കാരകത്വം വരുന്ന പ്രത്യേകിച്ച് വീടുകൾ, നമ്മളൊരു വാസ്തു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഈ 2025 കൂടുതൽ വാസ്തു ഡെവലപ്പ് ആവും, അതിലൊരു മാറ്റമില്ല. കാരണം ഭൂമി കാരകത്വം വരുന്നതുകൊണ്ട് വാസ്തു കുറച്ച് കൂടുതൽ ആൾക്കാർ യഥാർത്ഥ വാസ്തു ശ്രദ്ധിക്കപ്പെടും. മറ്റ് തെറ്റായ വാസ്തുക്കൾക്ക് വേഗം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങും. ശരിയായ വാസ്തുക്കാർ വളരെ 10 മടങ്ങ് അതിൻ്റെ വാസ്തു
അവരുടെ ബെനിഫിറ്റ്സ് അവർക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കും. കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലല്ലേ? 9ന്റെ കാരകത്വം പേറുന്ന എല്ലാ വർഷങ്ങളായിരുന്നാലും, എല്ലാ ദിവസങ്ങളായിരുന്നാലും, എല്ലാ മാസങ്ങളായിരുന്നാലും ഭൂമിയുമായി ബന്ധപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, മണ്ണുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രോഗ്രസീവോ അല്ലെങ്കിൽ ഡിപ്രോഗ്രസീവോ സംഭവിക്കാം എന്നുള്ളതൊരു വാക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു പഠന വിഷയവും കൂടിയാണ്. അപ്പോൾ ഇത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷത്തിൽ തന്നെ ഒരു മണ്ഡലകാലമാണ് എല്ലാത്തിനും ഞാൻ സൂചിപ്പിക്കുന്ന ഒരു ദിവസം. പക്ഷേ ഒത്തിരി മണ്ഡലകാലം ഇതിനകത്ത് വരുന്നില്ലേ? അതുകൊണ്ട് ഈ വർഷം വാസ്തുരീതികളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. വാസ്തുരീതികൾ ചെയ്തവർക്ക് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവാനും കൂടുതൽ സാധ്യതയാണ്. വാസ്തു തെറ്റുകൾക്കും വേഗം അതിൻ്റെ നഷ്ടങ്ങളിലോട്ട് വേഗം അടുക്കാനും ഉള്ളൊരു സാധ്യതയുള്ള വർഷമാണ്. കാരണം 9 മറ്റാർക്കും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. 9ന്റെ ഒരു ആ നമ്പർ ഇപ്പോൾ ടെസ്ലയിൽ 369, ടെസ്ല കോഡ് എന്ന് പറഞ്ഞാൽ 369 ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട നമ്പർ 9. അപ്പോൾ 9നെ നമ്മൾ ഒരിക്കലും മയപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾ 9നോട് മറ്റൊരു സംഖ്യ കൂട്ടി നോക്കൂ. 9നോട് ഒരു 5നെ കൂട്ടി നോക്കൂ. എത്രയായി? 14 അല്ലേ? അപ്പം 5 വന്നതുപോലെ തന്നെ വേറൊരു രൂപത്തിൽ തിരിച്ചു പോകുന്നു, 14 പോകുന്നു. 9നെ ഒന്നും മാറ്റാൻ പറ്റില്ല. മറ്റേത് സംഖ്യ നിങ്ങൾ പരസ്പരം കൂട്ടി കഴിഞ്ഞാലും മൂന്നാമതൊരു സംഖ്യയായി മാറും. 9ന് ആര് ചേരുന്നോ വന്ന ആൾ അതേപോലെ തിരിച്ചു പോകും. കാരണം 9 അത്രയും പവർഫുൾ നമ്പറാണ്. ഇപ്പോൾ മുണ്ടെടുത്തിട്ട് വരുന്നു, പെയിന്റ് ഇട്ടിട്ട് പോകുന്നു, 5 വന്നു, 14 തിരിച്ചു പോകുന്നു. അത്രേ ഉള്ളൂ. 2 5 തന്നെയാണ്. അപ്പോൾ 9ന്റെ ഒരു ഗ്രഹകാരകത്വത്തിനേക്കാൾ നല്ലത് മാക്സിൽ പവർഫുൾ നമ്പർ 9ആണ്. അപ്പോൾ 9ാം വർഷമാണ്. 9ാം വർഷം എന്ന് വെച്ചാൽ 2 + 0 + 2 + 5 അങ്ങനെയാണ് 9 വരുന്നത്. ആ 9ന്റെ വർഷത്തിൽ ലോകം ഈ 9 എങ്ങനെ കൂടുതൽ എനർജൈസേഷൻ നടക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് 2 മണിക്കൂറായാലും തീരത്തില്ല. കാരണം തുടക്കം തൊട്ട് എടുക്കേണ്ടി വരും. വലിയതാണ്. ഇടയ്ക്ക് കയറി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ വിഷമിക്കും. അതുകൊണ്ട് 9 എന്നുള്ള ഒരു കാരകത്വം, ഗ്രഹകാരകത്വം കൂടുതൽ ഭൂമിയിൽ വരാൻ സാധ്യതയുള്ള ഒരു വർഷമായതുകൊണ്ടും 9മായി ബന്ധപ്പെടുന്ന എല്ലാ രീതികളും നമ്മൾ പവർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ. ഇപ്പം ഇന്നത്തെ നമ്മുടെ പുതുവർഷത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കും പുതിയൊരു വർഷത്തേക്ക് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിനായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. സാറിന് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.